നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചത് തന്നെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെയും ആണവായുധങ്ങളുടെ നിർമ്മാണത്തിൻ്റെയും കാരണം ഒന്നുകൊണ്ട് മാത്രമാണ്. കാരണം ഇറാൻ ഒരു ആണവായുധ ഉപയോഗിക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യമായി വളർന്നു വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും തന്നെയാണ്. അതുമാത്രമല്ല, ഒരു മതത്തിൽ ഊന്നി നിൽക്കുന്ന അല്ലെങ്കിൽ മതത്തോടൊപ്പം തന്നെ തീവ്രവാദത്തെയും കൊണ്ട് നടക്കുന്ന ഒരു രാജ്യം ഒരു കാരണവശാലും ആണവായുധവുമായി ബന്ധപ്പെട്ട് വളരാൻ പാടില്ല എന്നുള്ള ഉറച്ച നിലപാടാണ് ട്രംപിനെ ഈ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോഴിതാ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു തീരുമാനം, ഒരു ഉടമ്പടി വന്നിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നു. എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കാൻ ഉടൻ കഴിയുമെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ കൈമാറുമെന്നും അവകാശവാദം ഉയർത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ട്രംപ്. ന്യൂക്ലിയർ ടെസ്റ്റ് നൽകാമെന്ന് അവർ സമ്മതിച്ചു. കരാറിലെത്താനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നു എന്നായിരുന്നു വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് ട്രംപിന്റെ പ്രതികരണം. കരാറിലെത്തുന്ന സാഹചര്യമുണ്ടായാൽ താൻ ഇസ്ലാമാബാദിലേക്ക് പോകുമെന്നും ട്രംപ് പറയുകയുണ്ടായി. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്ന് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആവശ്യത്തിന് നാളിന്ന് വരെ ഇറാൻ അനുകൂല നിലപാട് എടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാനെ ഈ തീരുമാനത്തിലെത്തിക്കാൻ കഴിഞ്ഞത് നേട്ടമാണെന്നും ആണവായുധം നിർമ്മിക്കില്ലെന്ന ഉറപ്പും ഹോർമൂസിലൂടെ ഈ നിർബാധം കപ്പലുകൾക്ക് സഞ്ചരിക്കാമെന്ന ഉറപ്പും ഇതിനൊപ്പം താൻ നേടിയെടുത്തുവെന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. വെടിനിർത്തൽ നീട്ടിക്കൊണ്ടു പോകുകയല്ല, മറിച്ച് കരാറിലെത്താനാണ് തന്റെ നീക്കമെന്നും യുദ്ധത്തിന് പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു. അമേരിക്ക ആവശ്യപ്പെട്ടതെല്ലാം ഇറാൻ നൽകി എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ജൂണിൽ അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഇത്തരമൊരു നിലപാട് മാറ്റത്തിന് ഇറാൻ നിർബന്ധിതമായത് എന്ന് ട്രംപ് സൂചിപ്പിച്ചു. നിലവിൽ ചർച്ചകൾ വളരെ ശുഭകരമായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. ഇറാൻ ഒരു ആണവായുധം പോലും കൈവശം വെക്കില്ലെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്നും അതിശക്തമായ ഉറപ്പാണ് അവർ നൽകിയിരിക്കുന്നത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മുൻപ് ഇറാൻ മുന്നോട്ട് വെച്ച 20 വർഷത്തെ ആണവ നിയന്ത്രണം എന്ന ഉപാധിയിൽ ഒതുങ്ങുന്നതല്ല പുതിയ കരാറെന്നും അദ്ദേഹം വ്യക്തമാക്കി. 20 വർഷത്തിന് ശേഷവും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വിപുലമായ കരാറിലേക്കാണ് നീങ്ങുന്നത്. ഇതിൽ പ്രത്യേക സമയപരിധി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചതായി ഇറാൻ ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. 2015 ആണവ കരാറിൽ നിന്ന് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് ഏകപക്ഷീയമായി പിന്മാറിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ വഷളായിരുന്നു. എന്നാൽ പുതിയ നീക്കത്തിലൂടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണികളിൽ ഒന്നിന് അന്ത്യമാകുന്നുവെന്നാണ് വൈറ്റ് ഹൗസ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ട്രംപിന്റെ വാദങ്ങളോട് ഇറാൻ പ്രതികരിച്ചിട്ടില്ല. ഇസ്ലാമാബാദിൽ നടന്ന ആദ്യ സമാധാന ചർച്ച പരാജയപ്പെട്ടതും സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ ചൊല്ലിയുള്ള തർക്കത്തിലായിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ന്യായമായ അവകാശമാണ് എന്ന് ഇറാൻ നിലപാടെടുക്കുകയും അമേരിക്ക ഇത് അംഗീകരിച്ചതോടെ വെടിനിർത്തൽ നിലവിൽ വരികയും ചെയ്തു. എന്നാൽ ചർച്ചയ്ക്കെത്തിയപ്പോൾ അമേരിക്ക നിലപാട് മാറ്റിയെന്നും അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗച്ചി തുറന്നടിച്ചു. സമാധാന കരാറിലെത്തിയേക്കുമെന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US വൈറ്റ് ഹൗസ് പ്രസിഡന്റ് JD വാൻസിനെ വിളിച്ചെന്നും ഈ ഫോൺ കോളോടുകൂടിയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞതെന്ന് അറഗച്ചി വെളിപ്പെടുത്തി. ഇതിനോട് US ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഇറാന്റെ ആണവ പദ്ധതിയിൽ അമേരിക്കയ്ക്കുള്ള ആശങ്ക നീങ്ങിയാൽ ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്രദമായ കരാർ ഉണ്ടാകുമെന്നായിരുന്നു വാൻസിന്റെ പിന്നീടുള്ള പ്രതികരണം. 20 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ അത് സാധ്യമല്ല എന്നും 5 വർഷം വേണമെങ്കിൽ പരിഗണിക്കാമെന്നും ഇറാൻ പറഞ്ഞുവെന്നും ന്യൂയോർക്ക് ടൈംസും വാൾസ്ട്രീറ്റ് ജേർണലും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം 5 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താമെന്ന ഇറാന്റെ വാഗ്ദാനം US തള്ളിയെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെട്ടിരുന്നു. ഇറാൻ ആണവായുധം ഉണ്ടാകില്ല എന്നും രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി മെച്ചപ്പെടുത്താനും സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്ന നിലപാടാണ് തുടക്കം മുതൽ ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ആണവായുധം ഉണ്ടാകരുത് എന്ന ഫത്വ ഉണ്ടെന്നും അത് ഇറാൻ തെറ്റിക്കില്ല എന്നും ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധിയും വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ താൻ നടപ്പിലാക്കിയെന്നും ഇതോടെ 10ാമത്തെ യുദ്ധമാണ് താൻ അവസാനിപ്പിക്കുന്നത് എന്നും ട്രംപ് നേരത്തെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. 10 ദിവസത്തെ വെടിനിർത്തലാണ് തന്റെ നേതൃത്വത്തിൽ സാധ്യമായതെന്നും ലോകത്തെ 9 യുദ്ധങ്ങൾ പരിഹരിച്ച താൻ ഇതാ 10ാമത്തെയും പരിഹരിച്ചു എന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം.
ഇറാനുമായുള്ള യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിച്ചേക്കാമെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. നെവാഡയിലെ ലാസ് വെഗാസിൽ നടന്ന ചടങ്ങിലാണ് ട്രംപ് ഈ പരാമർശം നടത്തിയത്. വെടിനിർത്തൽ കരാർ നീട്ടട്ടെ ആവശ്യം വന്നേക്കില്ല എന്ന് നേരത്തെ വിവിധ മാധ്യമങ്ങൾ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്ന് 1 മണിക്കൂർ തികയും മുമ്പ് തെക്കൻ ലബനനിലെ ഗിയാം ഡിബൈർ പട്ടണത്തിൽ ഇസ്രായേൽ ഷെല്ലാക്രമണം തുടരുകയാണ് എന്ന് ലബനൻ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തലിനെ സ്വാഗതം ചെയ്ത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. പ്രാദേശിക യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള US-ഉമായുള്ള കരാറിന്റെ ഭാഗമാണിതെന്ന പ്രതികരണം. ലബനീസ് സംഘം വടക്കൻ ഇസ്രയേലിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ചതിന് ശേഷം ഹിസ്ബുള്ള ലോഞ്ചറുകൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം പറയുന്നു. ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറുന്നത് ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ കാര്യത്തിലും ധാരണയിലെത്തിയെന്ന് US പ്രസിഡന്റ് ട്രംപ് പറയുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കരാറിലേക്ക് ഇരുപക്ഷവും അടുത്തെത്തിയെന്ന് അദ്ദേഹം പറയുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഫോണിൽ സംസാരിച്ചു. യുദ്ധ സാഹചര്യങ്ങളും പുതിയ സംഭവ വികാസങ്ങളും വിലയിരുത്തി ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയും സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കണമെന്ന് ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കാനാണ് തീരുമാനം. സംഘർഷങ്ങളിൽ ഇരുവരും കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. എന്തായാലും തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രമായ ബിൻറ്റ് ജബേൽ ഇസ്രായേൽ സൈന്യം ഉടൻ കീഴടക്കുമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണവും വരുന്നുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് നേരെ സൈനിക നീക്കം ശക്തമായി തുടരുമെന്നും അതേസമയം തന്നെ ലബനനുമായി സമാധാന ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ തലസ്ഥാനം എന്നാണ് ഈ ബിൻ ജബേലിനെ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഹിസ്ബുള്ളയുടെ ഈ വലിയ കോട്ടയെ തങ്ങൾ ഉടൻ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഇതാദ്യമായാണ് ലബനനുമായി ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നത്. ഇസ്രായേൽ സൈനികമായി വളരെ ശക്തമായതുകൊണ്ടാണ് ലബനൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതെന്ന് നെതന്യാഹു പറഞ്ഞു. ഹിസ്ബുള്ളയെ നിഷ്ക്രിയമാക്കുക, അതുപോലെ തന്നെ ശക്തിയിലൂടെ സുസ്ഥിരമായ സമാധാനം ഉറപ്പാക്കുക എന്നിവയാണ് ചർച്ചയിലെ ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്കയും ഇസ്രായേലും ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് നീങ്ങുന്നത്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച ആണവ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുക, ആണവശേഷി ഇല്ലാതാക്കുക, ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ചർച്ചകൾ ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും വീണ്ടും യുദ്ധമുണ്ടായാൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേൽ സജ്ജമാണെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി.